PSC പരീക്ഷകളിൽ മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു രോഗമാണ് ക്യാൻസർ. ക്യാൻസറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പല PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമുക്കിന്ന് ക്യാൻസറിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓങ്കോളജി എന്നാണ്. എന്താണ്? ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 കേട്ടോ. ലോക ക്യാൻസർ ദിനം എന്നാണ്? ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏത് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനുത്തരം ഹൃദയമാണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ്? ഹൃദയമാണ്. ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുക. എന്താണ്? ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ബയോപ്സി. അതിവേഗം പെരുകുകയും സമീപകലകളിലേക്ക് വ്യാപിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്ന മാരകമായ ട്യൂമർ രോഗത്തെ നിയോപ്ലാസം എന്നാണ് പറയുന്നത്. എന്താണ്? അതിവേഗം പെരുകുകയും സമീപകലകളിലേക്ക് വ്യാപിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്ന മാരകമായിട്ടുള്ള ട്യൂമർ രോഗത്തിനെ നിയോപ്ലാസം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ്. ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ബയോപ്സി. അതിവേഗം പെരുകുകയും സമീപകലകളിലേക്ക് വ്യാപിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്ന മാരകമായ ട്യൂമർ രോഗമാണേത്? നിയോപ്ലാസം. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവാണ് കാർസിനോജൻസ്. എന്താണ്? ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവാണ് കാർസിനോജൻസ്. ക്യാൻസറിന് കാരണമാകുന്ന വൈറസാണ് ഓങ്കോ വൈറസ്. ശരീരഭാഗങ്ങളിലെല്ലാം പുതിയ ട്യൂമറുകൾ രൂപപ്പെടുത്താൻ കഴിയുന്ന അർബുദ കോശങ്ങളുടെ സവിശേഷതയാണ് മെറ്റാസ്റ്റാസിസ്. എന്താണ്? ശരീരഭാഗങ്ങളിലെല്ലാം പുതിയ ട്യൂമറുകൾ രൂപപ്പെടുത്താൻ കഴിയുന്ന അർബുദ കോശങ്ങളുടെ സവിശേഷതയാണ് മെറ്റാസ്റ്റാസിസ്. ക്യാൻസറിന് കാരണമാകുന്ന ജീനാണ് ഓങ്കോജീൻ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവസ്തുവാണ് ഡയോക്സിൻ. എന്താണ്? പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവാണ് ഡയോക്സിൻ. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ പറഞ്ഞത്? ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവാണ് കാർസിനോജൻസ്. ക്യാൻസറിന് കാരണമാകുന്ന വൈറസാണ് ഓങ്കോ വൈറസ്. ശരീരഭാഗങ്ങളിലെല്ലാം പുതിയ ട്യൂമറുകൾ രൂപപ്പെടുത്താൻ കഴിയുന്ന അർബുദ കോശങ്ങളുടെ സവിശേഷതയാണ് മെറ്റാസ്റ്റാസിസ്. ക്യാൻസറിന് കാരണമാകുന്ന ജീനാണ് ഓങ്കോജീൻ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമായ വിഷവസ്തുവാണ് ഡയോക്സിൻ. സ്തനാർബുദം കണ്ടെത്താനുള്ള ടെസ്റ്റ്. സ്ത്രീകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരുതരം ക്യാൻസറാണ് സ്തനാർബുദം. സ്തനാർബുദം കണ്ടെത്താനുള്ള ടെസ്റ്റാണ് മാമോഗ്രഫി. ഞാനിവിടെ എഴുതിയപ്പോൾ മാമോഗ്രഫി എന്നാണ് എഴുതിയേക്കുന്നത്. മാമോഗ്രഫിയാണ് കേട്ടോ, മാമോഗ്രഫി. ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ. എന്താണ്? ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ. ക്യാൻസർ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് റോബർട്ട് വെയിൻബർഗ് ആണ്. ആരാണ്? റോബർട്ട് വെയിൻബർഗ് ആണ് ക്യാൻസർ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ സ്തനാർബുദം കണ്ടെത്താനുള്ള ടെസ്റ്റാണ് മാമോഗ്രഫി. ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ. ക്യാൻസർ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് വെയിൻബർഗ്.